ഗീതാമ്മയുടെ പാവക്കുട്ടികൾ. രചന വിജയാശാന്തൻ കോമളപുരം. അവതരണം ഗായത്രി ജഗദീശൻ. വിഷുപ്പക്ഷി നീട്ടിപ്പാടി. കുരുവിയും മറ്റനേകം പക്ഷികളും ഏറ്റുപാടി. നേരം വെളുത്തല്ലോ. ആശ്വാസത്തോടെ ഗീതാമ്മ എഴുന്നേറ്റു. പക്ഷേ തനിക്കൊന്നും ചെയ്യാനില്ല. തൻ്റെ ജീവിതം എത്ര വിരസമാണ്. ഒന്നും ചെയ്യാനില്ലാതെ, ആരെയും കാത്തിരിക്കാനില്ലാത്ത തൻ്റെ ജീവിതം. ഒറ്റപ്പെട്ട അനാഥത്വം പേറുന്ന ഈ ജീവൻ നിലനിർത്താൻ വേണ്ടി ഇന്നും പാവകൾ നിർമ്മിക്കുന്നു. ബേബി ഷോപ്പുകളിൽ വിലപിടിപ്പുള്ള വർണ്ണാഭമായതുമായ ധാരാളം പാവകൾ കിട്ടും. അതുകൊണ്ട് പഴയതുപോലെ ആവശ്യക്കാരില്ല. എങ്കിലും ഇടയ്ക്കിടെ ആരെങ്കിലും വരും. വില പേശാറില്ല. അവർ അറിഞ്ഞു തരുന്നത് വാങ്ങും. കണ്ണാടിയിൽ പതിച്ച തൻ്റെ രൂപത്തിലേക്ക് നോക്കി. തൻ്റെ ശരീരത്ത് വയസ്സായതിൻ്റെ അടയാളങ്ങൾ പലതും കാണുന്നു. തൊലി ചുളിഞ്ഞിരിക്കുന്നു, നിറം മങ്ങിയിട്ടുമുണ്ട്. തലയോട്ടി തെളിഞ്ഞു കാണാം. മുടി നരച്ചിട്ടുണ്ട്. താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും തന്നെ പോലെ നരച്ച് നിറം മങ്ങിയതാണ്. പഴക്കമുള്ള വസ്ത്രങ്ങൾ. പുതുവസ്ത്രം വാങ്ങിയ നാള് മറന്നിരിക്കുന്നു. ഗീതാമ്മ താൻ നിർമ്മിച്ച പാവകളിലേക്കൊന്ന് നോക്കി. എന്നെപ്പോലെ അവർക്കും ഭംഗി കുറഞ്ഞോ? ഒരു പാവ കയ്യിലെടുത്ത് അധരങ്ങളോട് ചേർത്തു. തൻ്റെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ചുറ്റിനും നിൽക്കുന്നത് പോലെ തോന്നി. സന്തോഷത്തോടെ പാവ നീട്ടി. അമ്മ ഉണ്ടാക്കിയതാണോ? നല്ല പാവ. ആർക്ക് കൊടുക്കാനാ അമ്മേ? അതെ, എത്ര എത്ര പാവകൾ. നിറപ്പകിട്ടുള്ള ഭംഗിയാർന്ന പാവകൾ താൻ നിർമ്മിച്ചിരിക്കുന്നു. മക്കൾ ഉറങ്ങുമ്പോൾ മേൽക്കൂരയുടെ വിടവിൽ കൂടി കാണുന്ന ചന്ദ്രനും നക്ഷത്രങ്ങളും താരാപഥങ്ങളും ചലിക്കുന്നതും ഓടിക്കളിക്കുന്ന മേഘങ്ങളും രാത്രി സഞ്ചാരികളായ പക്ഷികളും മോഡലുകളായി. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പാവകൾ. ആവശ്യക്കാർ ധാരാളം. മൂല്യം അറിഞ്ഞു തന്ന് പാവകളെയെല്ലാം ഓരോരുത്തർ സ്വന്തമാക്കി. പക്ഷേ തൻ്റെ മക്കളെ, അവരുടെ മൂല്യം മനസ്സിലാക്കി ബന്ധുത്വം പറഞ്ഞെത്തിയവർ തട്ടിപ്പറിച്ചു സ്വന്തമാക്കി. അണ്ടിപോയ അണ്ണാനെ പോലെ നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. തനിക്ക് പരാതിയില്ല. പക്ഷേ മക്കളുടെ ഒരു പിന്നോട്ടം പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. ഇന്ന് ഈ പാവകൾ മാത്രമാണ് കൂട്ട്. ഇവർക്ക് ജീവനുണ്ടായിരുന്നെങ്കിൽ. പെട്ടെന്നാണത് സംഭവിച്ചത്. പാവകളെല്ലാം ചലിക്കാൻ തുടങ്ങി. കയ്യിലിരുന്ന പാവ രണ്ട് കൈകൊണ്ടും അവളുടെ കഴുത്തിൽ വട്ടം കെട്ടിപ്പിടിച്ചു. മറ്റു പാവകൾ അടുത്തെത്തിക്കഴിഞ്ഞു. അമ്മേ. പാവകൾ കണ്ണീർ തുടച്ചു കൊടുത്തു. എന്നിട്ട് അവളുടെ ചുറ്റുമായി നൃത്തച്ചുവടുകൾ വെച്ചു. താൻ ഏതോ മായാലോകത്താണോ? കണ്ണുകൾ പലവട്ടം തിരുമ്മി. അല്ല, മായയല്ല, സ്വപ്നമല്ല, സത്യം.